ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നു. MSC മാൻസ എഫ് കപ്പൽ തടഞ്ഞു വെക്കണമെന്ന നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. ഷബ്ന സിയാദുണ്ട് വിവരങ്ങളുമായി. ഷബ്ന, എന്ത് പശ്ചാത്തലത്തിലാണ് ഈ ഒരു നിർദ്ദേശം വരുന്നത്? എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? അഖില, എൽസ-3 കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ടാണ് ഈ കപ്പൽ കമ്പനിയുടെ തന്നെ മറ്റൊരു കപ്പലായ MSC കപ്പൽ തടഞ്ഞു വെക്കാൻ ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിട്ടുള്ളത്. വിഴിഞ്ഞം തുറമുഖ അധികൃതർക്കാണ് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയത്. ഈ കാഷ്യൂ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ നൽകിയ ഹർജിയിലാണ് കോടതി ഇപ്പോൾ ഇത്തരത്തിലൊരു നിർണായകമായ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. 6 കോടി രൂപയുടെ നഷ്ടം തങ്ങൾക്കുണ്ട് എന്ന് ആരോപിച്ചാണ് ഈ ഹർജിക്കാർ കോടതിയെ സമീപിച്ചത്. MSC മാൻസ എന്ന കപ്പലാണ് ഈ രീതിയിൽ തടഞ്ഞു വെക്കേണ്ടത്. കാരണം ഉണ്ടായ കപ്പൽ കമ്പനിയുടെ മറ്റൊരു കപ്പലാണ് ഈ മാനസ കപ്പൽ. 6 കോടി രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് കോടതിയിൽ ഹാജരാക്കിയാൽ ഈ കപ്പൽ വിടാം എന്നാണ് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇറക്കുമതി ചെയ്ത കശുവണ്ടി കിട്ടിയില്ല എന്നാരോപിച്ചാണ് ഹൈക്കോടതിയെ ഇവർ സമീപിച്ചിട്ടുള്ളത്. ഈ കപ്പലിലാണ് ഇത്തരത്തിൽ ഈ ചരക്ക് കൊണ്ടുപോയത്. അത് നഷ്ടപ്പെട്ടു എന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. തുടർന്നാണ് കമ്പനിയുടെ തന്നെ മറ്റൊരു കപ്പൽ തടഞ്ഞു വെക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് 1:45 ഹൈക്കോടതി ഈ ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അപ്പോഴായിരിക്കും ഇതിൽ കൃത്യമായ നിലപാട് കോടതി പറയുക. ഇപ്പോൾ കോടതി സ്വീകരിച്ചിട്ടുള്ളത് 6 കോടി രൂപയുടെ DD കോടതിക്ക് മുമ്പിൽ ഹാജരാക്കിയാൽ ഇപ്പോഴുള്ള വിഴിഞ്ഞത്തുള്ള ഈ കപ്പൽ വിടാം എന്നാണ്. ഏതായാലും നിലവിൽ വിഴിഞ്ഞത്തുള്ള ഈ മാനസ കപ്പൽ തടഞ്ഞു വെക്കണം എന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. 1:45 കപ്പൽ അധികൃതർ അടക്കമുള്ളവർ ഇതിൽ മറുപടി നൽകും. അതിനുശേഷമായിരിക്കും ഇതിൽ അന്തിമമായ തീരുമാനം ഉണ്ടാകുക. തുറമുഖ അധികൃതരോടാണ് ഇപ്പോൾ കോടതി ഇത്തരത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ MSC മാനസ കപ്പൽ തടഞ്ഞു വെക്കാനാണ് നിർദ്ദേശം. MSC മാൻസ എഫ് എന്ന കപ്പൽ തടഞ്ഞു വെക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. എൽസ-3 കപ്പൽ കമ്പനിയുടെ മറ്റൊരു കപ്പലാണ് തടഞ്ഞു വെക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷബ്ന സിയാദ്.